എഴുത്ത് ഡയലോഗ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. തലച്ചോറിനെ ബാധിക്കുന്ന ക്ഷതങ്ങൾ പലതരത്തിലുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി മാർസ്ലീവ മെഡിസിറ്റിയിലെ ന്യൂറോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജെമിനി ജോർജ് നമ്മൾക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. തലച്ചോറിനെ ബാധിക്കുന്ന ക്ഷതങ്ങൾ പലതരത്തിലുണ്ട്. ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? തലച്ചോറിനെ ബാധിക്കുന്ന ക്ഷതങ്ങൾ മെയിൻലി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: ട്രോമാറ്റിക്, നോൺ ട്രോമാറ്റിക്. ട്രോമാറ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് തലച്ചോറിലുണ്ടാകുന്ന എന്തെങ്കിലും അപകടങ്ങൾ മൂലം, ഉദാഹരണം ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന നമ്മൾ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ്, പിന്നെ മറ്റ് ക്ഷതങ്ങൾ, അത് സ്പോർട്സ് ഇഞ്ചുറീസ് ആകാം, വീഴ്ച, ഉയർന്ന ഹൈറ്റിൽ നിന്നുള്ള വീഴ്ചകൾ, തലയിടിക്കുക, ഇതൊക്കെയാണ് മെയിനായിട്ട് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറീസ്. പിന്നെ നോൺ ട്രോമാറ്റിക് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് സ്ട്രോക്ക് തലച്ചോറിനുള്ളിൽ ബ്ലീഡ് ചെയ്യാം, അതല്ലെങ്കിൽ ക്ലോട്ട് വരാം, അതുമൂലം തലച്ചോറിനുണ്ടാകുന്ന ഡാമേജ്. പിന്നെ തലച്ചോറിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, മെനിഞ്ചൈറ്റിസ്, എൻകെഫലൈറ്റിസ്, അങ്ങനെ തലച്ചോറിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് കാരണം ഇഞ്ചുറീസ് വരാം ബ്രെയിനിന്. പിന്നെ ഹൈപ്പോക്സിയ, ഇപ്പോൾ നമുക്ക് ഒരു ആൾക്ക് പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് വന്നു, അദ്ദേഹത്തിന് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻസ് ഒക്കെ കൊടുത്ത് നമ്മൾ റീസസ്റ്റേറ്റ് ചെയ്ത് ഹാർട്ടിൽ നിന്ന് ബ്രെയിനിലേക്കുള്ള രക്തോട്ടം റിട്ടേൺ ചെയ്യാനായിട്ടൊരു ചെറിയൊരു ഇൻ്റർവെൽ വരുന്നു. അപ്പോൾ ആ പീരീഡിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ്, ബ്ലഡ് ഫ്ലോ കുറഞ്ഞ്, ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ട് നമുക്ക് തലച്ചോറിലെ കോശങ്ങൾ നശിക്കാം. അപ്പം അങ്ങനെ ഹൈപ്പോക്സിക് ഇഞ്ചുറി വരാം. പിന്നെ ഷുഗർ താഴ്ന്ന്, ഹൈപ്പോഗ്ലൈസീമിയ, ഇപ്പം നമ്മൾ രാത്രിയിൽ ഉറക്കത്തിൽ ഷുഗർ താഴ്ന്നു പോയിട്ട് അത് ഒരുപാട് സമയം ഡിറ്റക്റ്റ് ചെയ്യാതെ അൺഡിറ്റക്റ്റഡ് ആയിട്ട് പ്രൊലോങ്ഡ് ഹൈപ്പോഗ്ലൈസീമിയ വരുമ്പോൾ ബ്രെയിനിലെ കോശങ്ങൾ നശിക്കാം. അപ്പോൾ അങ്ങനെ ഹൈപ്പോഗ്ലൈസീമിക് എൻകെഫലോപ്പതി എന്ന് പറയും. പിന്നെ തലച്ചോറിലുണ്ടാകുന്ന വിവിധ തരം ട്യൂമറുകൾ. അപ്പം ഇതെല്ലാം ബ്രെയിൻ ഇഞ്ചുറീസിൻ്റെ പല കാരണങ്ങൾ. ഇതെല്ലാമാണ് മെയിനായിട്ടും നോൺ ട്രോമാറ്റിക്, അതായത് ട്രോമ അല്ലാതെ ബ്രെയിനിനുണ്ടാകുന്ന ഇഞ്ചുറീസ് പ്രധാനമായിട്ട് ഞാൻ ഈ പറഞ്ഞത്, അതായത് സ്ട്രോക്ക്, ഇൻഫെക്ഷൻസ്, പിന്നെ ട്യൂമേഴ്സ്, പിന്നെ ഈ ഓക്സിജൻ്റെ അളവ് താഴ്ന്നു പോകുന്നത്, ഷുഗർ ഡൗൺ ആവുന്നത്, ഇതുപോലെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തലച്ചോറിലേക്കുള്ള ഡാമേജ്, കോശങ്ങൾ നശിക്കുക. ഇതാണ് മെയിനായിട്ടും പ്രധാനമായും രണ്ട് തരമുള്ള ബ്രെയിൻ ഇഞ്ചുറീസ്. തലയിൽ ഏൽക്കുന്ന ചെറിയ പരുക്കുകൾ ഭാവിയിൽ തലച്ചോർ സംബന്ധമായ അസുഖങ്ങളിലേക്ക് നയിക്കുന്നുണ്ടോ? തലയിൽ ഏൽക്കുന്ന പരിക്കുകൾ അതിൻ്റെ ഒരു കാഠിന്യം അനുസരിച്ചാണ് ഭാവിയിലേക്ക് അത് ഡാമേജ് ഉണ്ടാകുന്നത്. ഇപ്പം നമുക്ക് തലയിൽ ബ്രെയിൻ ഇഞ്ചുറീസിന് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ഒരു സിവിയറിറ്റി അനുസരിച്ച് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. അപ്പം മൈൽഡ് ഇഞ്ചുറീസ് ഒക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ്, കോൺസിക്വൻസസ് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇമ്പ്രൂവ് ആകാം. പക്ഷേ ഇപ്പോൾ സിവിയർ ഓർ മോഡറേറ്റ് ഇഞ്ചുറീസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്കത് കൂടുതൽ നാൾ ബ്രെയിനിന് ലോങ് ടേം സീക്കില് മുന്നോട്ട് കൂടുതൽ ഡാമേജ് ഉണ്ടാവാൻ, അതായത് മുന്നോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മെയിനായിട്ടും തലച്ചോറിലെ ഡാമേജ് മൂലം ഉണ്ടാകുന്നത് നമുക്ക് ഓർമ്മക്കുറവ് വരാം, അല്ലെങ്കിൽ ശ്രദ്ധ കുറവ്, അറ്റൻഷൻ ഡെഫിസിറ്റ്സ് വരാം, മൂഡ് സിംറ്റംസ് വരാം, അല്ലെങ്കിൽ വിലക്കുറവ് വരാം, ഫിറ്റ്സ് ഉണ്ടാകാം. അങ്ങനെ പല കാരണങ്ങൾ, പല സിംറ്റംസ് മുന്നോട്ടുണ്ടാകാം. അപ്പം തലച്ചോറിൻ്റെ ഇഞ്ചുറീസിൻ്റെ ഇതനുസരിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് പറയുന്നത്, നമ്മൾ പാർക്കിൻസൺസ് ഡിസീസ്, അൾഷൈമേഴ്സ്, അതുപോലെയുള്ള അസുഖങ്ങൾ ഏർലി പ്രസൻറ്റ് ചെയ്യാം. ഇപ്പം തലച്ചോറിന് കൂടുതൽ ക്ഷതയേറ്റ ആൾക്കാണെങ്കിൽ 60 വയസ്സിൽ വരേണ്ടത് ചിലപ്പോൾ നേരത്തെ 50 വയസ്സിലോ 40 വയസ്സിലോ പ്രസൻറ്റ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വേൾഡ് ഫേമസ് ബോക്സറായിട്ടുള്ള മുഹമ്മദ് അലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ 100 കണക്കിന് പഞ്ചുകൾ തലയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് 42ാമത്തെ വയസ്സിൽ തന്നെ പാർക്കിൻസൺസ് ഡിസീസിൻ്റെ സിംറ്റംസ് എല്ലാം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു തലച്ചോറിന് റിപ്പീറ്റഡ് ആയിട്ട് ക്ഷതം മൂലമായിരിക്കണം പഞ്ച് ഡ്രങ്കൺനെസ് എന്ന് പറയുന്നത്, നമ്മൾ പോസ്റ്റ് ട്രോമാറ്റിക് എൻകെഫലോപ്പതി, അങ്ങനെ ഏർലി ആയിട്ട് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് ഏർലി ആയിട്ടും പ്രസൻറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഡോക്ടർ, അതുപോലെ ഈ ബ്രെയിൻ ഇഞ്ചുറികൾ ഭാവിയിൽ മറവി രോഗത്തിന് കാരണമാകുന്നുണ്ടോ? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ തലച്ചോറിന് ഏറ്റ ക്ഷതത്തിൻ്റെ ആധിക്യം അനുസരിച്ച് അത് മറവി രോഗത്തിന് കാരണമാകാം. ഇപ്പം നമുക്ക് പോസ്റ്റ് ട്രോമാറ്റിക് അംനീസിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് നമുക്ക് ഒരു ട്രോമ വന്നു കഴിയുമ്പോൾ മിനിറ്റുകൾ തൊട്ട് മണിക്കൂറുകൾ അല്ലെ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് അതിൻ്റെ ഒരു അംനീസിയ, അതായത് അതിന് ശേഷമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഇഞ്ചുറിക്ക് ശേഷമുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന ഒരവസ്ഥ വരാം. അപ്പോൾ അതിന് തലച്ചോറിൽ ഏറ്റിരിക്കുന്ന ക്ഷതത്തിൻ്റെ ആധിക്യം അനുസരിച്ച് അത് ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, അല്ലെങ്കിൽ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഇമ്പ്രൂവ് ആകാം. ചിലരുടെ അത് ദിവസങ്ങളും മാസങ്ങളും എടുത്ത് മാത്രമായിരിക്കും ഇമ്പ്രൂവ് ആകുന്നത്. നമ്മൾ ചില മൂവീസിലൊക്കെ കാണാറുണ്ടല്ലോ, തലയിൽ അടിയേറ്റു, പിന്നീടുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടാവില്ല,
കുറേ നാളുകൾക്ക് ശേഷം പിന്നീട് സ്ലോ ആയിട്ട് റിക്കവർ ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ അത് ഉള്ളതാണ്, റിയൽ ലൈഫിലും ഉള്ളതാണ്. കാരണം നമുക്ക് ആ ഇഞ്ചുറീസ് അതിൻ്റെ ആധിക്യം അനുസരിച്ചായിരിക്കും ഈ മെമ്മറി ഡിസ്റ്റർബൻസസ് വരുന്നത്. പിന്നെ ചിലർക്ക് മാത്രം അത് ലോങ് ടേം പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ മെമ്മറി തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി, അതായത് നമ്മൾക്ക് ഒരു കാര്യം പെട്ടെന്ന് തലയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അത് അറ്റൻഷനിലേക്ക് ഹെഡ് ഇഞ്ചുറീസ്, ഈ ബ്രെയിൻ ഇഞ്ചുറീസിന് ശേഷം പല പേഷ്യൻസിനും മെമ്മറി ഡിസ്റ്റർബൻസസും കാണാറുണ്ട്. ഡോക്ടർ, ഇതുപോലെയുള്ള ബ്രെയിൻ ഇഞ്ചുറികൾ ഭാവിയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായും അതും ഈ ചില മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകാം. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയും. അതായത് നമ്മൾക്കിപ്പോൾ ഒരു പെട്ടെന്നൊരു ട്രോമ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു ഇവൻറ്റ്സ് നമ്മുടെ മനസ്സിലേക്ക്, രോഗിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുമ്പോഴത്തേക്കും അവർ സ്ട്രെസ്ഡ് ആവുന്ന, അങ്ങനെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടാകാം. അതല്ലെങ്കിൽ ആൻസൈറ്റി, ഡിപ്രഷൻ, ഇതൊക്കെ കോമൺ ആണ്. ഇപ്പം അവർക്ക് നമ്മൾ തിരിച്ച് അവരുടെ ബാക്ക് ടു റുട്ടീനിലേക്ക് അല്ലെങ്കിൽ ജോലിയിലേക്കൊക്കെ കയറുമ്പോൾ അവർക്ക് നേരത്തെ പെർഫോം ചെയ്തിരുന്ന അത്രയും ചിലപ്പോൾ ഇനിഷ്യലി പെർഫോം ചെയ്യാൻ പറ്റാതെ വരും. ഓർത്തെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, മൾട്ടി ടാസ്കിങ്, അറ്റൻഷൻ ഡെഫിസിറ്റ്സ്, ഇങ്ങനെ പല പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അതും അവരുടെ പെർഫോമൻസ് താന്നു പോകുമ്പോൾ അത് തന്നെ അവർക്ക് മൂഡ് സിംറ്റംസ്, ഡിപ്രഷൻ പോലെയും ആൻസൈറ്റി പോലെയും ഉണ്ടാകാം. അതല്ലാതെ തന്നെ നമുക്ക് ഈ തലച്ചോറിലുണ്ടാവുന്ന ഇഞ്ചുറീസ് കാരണം മൂഡ് സിംറ്റംസ് കോമൺ ആണ്. പ്രധാനമായിട്ട് അതിൽ കാണുന്ന ഡിപ്രഷനും ആൻസൈറ്റിയാണ്. തലച്ചോറിനെ ബാധിക്കുന്ന ക്ഷതങ്ങൾ പലതരമുണ്ട്. അപ്പോൾ കൃത്യമായ രോഗനിർണയവും ചികിത്സയും വഴി അതിനെ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. അതിൻ്റെ സൈഡ് ഇഫക്ട്സ് അല്ലെങ്കിൽ കോൺസിക്വൻസസും നമ്മൾക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. എല്ലാ ക്ഷതങ്ങളിലും നമ്മൾ പേടിക്കേണ്ടതില്ല. നമുക്കിപ്പോൾ എല്ലാ ഇഞ്ചുറീസും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. പ്രധാനമായിട്ടും നമുക്ക് ഒരു ഇഞ്ചുറിക്ക് ശേഷം തലവേദന, ശക്തിയായിട്ടുള്ള തലവേദന, അല്ലെങ്കിൽ ഛർദിൽ, ഓക്കാനം പോലെ വരിക, ജന്നി ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു വശത്തിന് ബലക്കുറവ്, സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെഫിനറ്റ്ലി തലച്ചോറിൻ്റെ ഇവാലുവേഷൻ ചെയ്യേണ്ടതാണ്. മെയിനായിട്ട് നമുക്ക് സ്കാനാണ് ചെയ്ത് നോക്കേണ്ടത് തലയ്ക്കുള്ളിലെ ഇഞ്ചുറീസ് അറിയാനായിട്ട്. അത് കൃത്യമായ രീതിയിൽ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുകയും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്താൽ മുന്നോട്ടുള്ള കോൺസിക്വൻസസ്, ആ ബ്രെയിൻ ഇഞ്ചുറി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധി വരെയും പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇനി അതിനെപ്പറ്റി ശ്രദ്ധിച്ചാൽ മതി. നാളെ ഒരു ഇഞ്ചുറി ഉണ്ടാവുകയാണെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ മെഡിക്കൽ അറ്റൻഷൻ തേടേണ്ടതാണ്. താങ്ക് യു.